ലോക ചാപ്റ്റർ 1 ചന്ദ്ര. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടെക്നീഷ്യൻസിൻ്റെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് പോർട്രേറ്റ് ചെയ്യുന്ന ഏറ്റവും കിടിലൻ മേക്കിംഗ് ഉള്ള നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ ഒരു ലെവൽ അപ്പ് ഐറ്റത്തിലേക്ക് കൊണ്ടുപോയ സിനിമയാണ്. സക്സസ്ഫുള്ളി തിയേറ്ററിൽ റണ്ണിങ് ആണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് എല്ലാ റിവ്യൂവേഴ്സും ഒരേ ടോണിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ലെവൽ മൂവി എന്നുള്ളത്. മലയാളി ക്രൗഡും അത് ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തു. മലയാളി ക്രൗഡ് മാത്രമല്ല, ഓൾ ഇന്ത്യ എല്ലാ ലാംഗ്വേജിലുള്ള സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ പടം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു ടൈമാണിത്. 30-35 കോടി ബഡ്ജറ്റിൽ എന്താ പറയുക, ഇതിനു മുമ്പ് മലയാളത്തിലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ബാക്കി ലാംഗ്വേജുകളിലൊക്കെ ഈ ബഡ്ജറ്റിൽ കൂടുതൽ ഇറങ്ങിയ കുറേ വെടിപ്പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൈസ വെറും എന്താ പറയുക, ബോംബ് പൊട്ടിച്ച് കളയുന്ന പോലെ പൊട്ടിച്ച് കളയാന്നല്ലാതെ അതിനകത്തൊന്നും ഇല്ല. ഒരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് കാണാൻ പറ്റില്ല നമുക്ക്. പൊട്ടിച്ച പൈസേൻ്റെ ഒരു തുമ്പും പാലും കാണാത്ത രീതിയിലുള്ള കുറേ ഐറ്റങ്ങളൊക്കെ കുത്തിക്കലക്കി ഒരു പ്രൊപ്പഗണ്ട മാത്രം മനസ്സിൽ വെച്ചിറക്കുന്ന സിനിമകളുണ്ട്, ഇല്ലെങ്കിൽ നായകന് വേണ്ടി മാത്രം എടുക്കുന്ന സിനിമകളുണ്ട്. പൈസ മുടക്കിയതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫൈഡ് ഫീലിംഗ് അവർക്കും ഇല്ല, കാണുന്ന നമുക്കും ഇല്ലാത്തൊരവസ്ഥയിൽ കുറേ പടങ്ങൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇതൊരു 30-35 കോടിക്ക് ഒരു ഫാൻറ്റസി മൂവി ഇത്ര കിടിലനായിട്ട് എടുത്തു വെക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് നമ്മുടെ മലയാളത്തിലെ നമ്മുടെ ആൾക്കാർക്ക് എത്രത്തോളം പണി അറിയാമെന്നുള്ളത്. അത് ബാക്കി ഇൻഡസ്ട്രിക്കാരും ഈ ഒരു പടം കഴിഞ്ഞതിന് അതിനാണ് ഭയങ്കരമായിട്ട് കയ്യടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനിടയിലും ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ ചുറ്റിക്കറങ്ങി പൊട്ടി മുളച്ച് വരുന്നുണ്ട്. അത് യൂഷ്വൽ സാധനമാണ്, ബോയ്ക്കോട്ട്. കുറച്ച് ഹിന്ദു എന്താ പറയുക, റൈറ്റ് വിങ് പേജുകൾ ഇവർക്ക് ഇങ്ങോട്ട് പൊട്ടി. ഇൻ ദ സെൻസ്, നോർത്ത് നിന്നൊക്കെ കുറേ പ്രൊപ്പഗണ്ട മൂവികൾ അഴിച്ചു വിട്ടിട്ടും പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പം ഉണ്ട്. അത് മാത്രമല്ല, കുറേ ഭക്തിപ്പടങ്ങൾ കുറേ കാശ് മുടക്കി എടുത്ത് വെച്ചിട്ടും അത് 8 നിലയിൽ പൊട്ടുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ചെറിയ ഇൻഡസ്ട്രിയാണ് കമ്പയറിങ് ടു അതർ ഇൻഡസ്ട്രീസ്. കുറച്ച് മാത്രം പ്രൊഡ്യൂസേഴ്സ് എന്താ പറയുക, വലിയ പൈസ മുടക്കി കുറച്ച് പടങ്ങൾ മാത്രം വരുന്നൊരു ഇൻഡസ്ട്രി. അപ്പം അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇപ്പോൾ ദുൽഖർ, അവർക്ക് ഞാൻ ഹാറ്റ്സ് ഓഫ് ടു ദുൽഖർ ആൻഡ് ടീം. ഓക്കെ, ദുൽഖറിൻ്റെ പ്രൊഡക്ഷനും ഒന്നും പറയാനില്ല. കാരണം അവർ എടുത്തൊരു എഫേർട്ടും അവർ കാണിച്ചൊരു കറേജും ഭയങ്കരമാണ്. ഈ സ്റ്റോറി ലൈനിൽ വിശ്വസിച്ച് ഇങ്ങനത്തെ ഒരു ഐറ്റം നമ്മൾ മലയാളികൾക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ ഇതൊരു വേറെ ലെവലിലേക്ക് എത്തിക്കാൻ അവരെടുത്തൊരു എഫേർട്ട്, അതൊരു വിശ്വാസം എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് തന്നെ ആദ്യം ദുൽഖറിനും ടീമിനും ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. സോ ഈ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനത്തെ ഒരു പടം സക്സസ്ഫുൾ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. അപ്പോൾ ഇത് ബാക്കി കുറേ ടീമുകൾക്ക്, ഈ എക്സ്ട്രീം റൈറ്റ് വിങ് കുറേ സോഷ്യൽ മീഡിയ പോർട്ടലുകൾക്ക് ഈ പടം ബോയ്ക്കോട്ട് ചെയ്യണം. ആസ് യൂഷ്വൽ സാധനം തന്നെ, ഹിന്ദുവിനെ വ്രണപ്പെടുത്തി, ഹിന്ദുവിൻ്റെ മതാചാരത്തിനെ വ്രണപ്പെടുത്തി അവർ പറയുന്ന പോയിന്റുകളാണ് ഏറ്റവും അട്രോഷ്യസ് ആയിട്ടുള്ള ഐറ്റങ്ങൾ. സംവിധായകൻ ക്രിസ്ത്യൻ, നിർമ്മാതാവ് മുസ്ലിം, ലോക ഹിന്ദു വിരുദ്ധ ചിത്രമെന്ന് സംഘ് ഹാൻഡിലുകൾ. ഈ പുണ്ട മക്കൾക്ക് എന്ത് ചെയ്താലും വിഷയമാണ്. ഇവന്മാര് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം മൊത്തത്തിൽ ഈ നാട്ടിലുള്ള എല്ലാ ഇന്ത്യയിലും ലോകത്തുമുള്ള എല്ലാ ഹിന്ദുക്കളുടെയും തന്ത ഞാനാണ്, തന്തമാർ ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന രീതിയിലാണ് ഇതേപോലുള്ള എക്സ്ട്രീം റൈറ്റ് വിങ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ. അവരുടെ ഒരു തരം കളിയാണിത്. പക്ഷെ നല്ലതാണ്. ഇവന്മാർ ബോയ്ക്കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പടം കത്തും. മനസ്സിലായോ? ചത്ത് കിടക്കുന്ന പടമാണെങ്കിൽ പോലും ഇവന്മാരെടുത്ത് ബോയ്ക്കോട്ട് അടിച്ച് കഴിഞ്ഞാൽ പടം പിന്നെ ഡബിൾ അല്ല ട്രിപ്പിൾ ഹിറ്റാണ്. ഇപ്പോൾ ഓൾറെഡി ഈ പടത്തിന് നല്ല പോസിറ്റീവ് ഉണ്ട്. കൂട്ടത്തിൽ ഇവന്മാരുടെ ഇമാതിരി ഞൊള്ള പരിപാടിയും കൂടി ആകുമ്പോൾ സംഗതി എന്താണെങ്കിലും കുറച്ചധികം കയറി കത്തും. ഓക്കെ, ഒരു പാൻ ഇന്ത്യൻ, ഓൾറെഡി പാൻ ഇന്ത്യയിൽ ഈ സിനിമ ഭയങ്കര സംസാര വിഷയമാണ്. ഒന്നും കൂടി ഇവന്മാർ ഈ സാധനങ്ങൾ കാരണം എസ്കലേറ്റ് ആവും. ഓക്കെ, അപ്പോൾ 1-2 പോസ്റ്റുകൾ ഞാനിവിടെ നിങ്ങൾക്ക് വായിച്ചു തരാം. മോളിവുഡ് കാൺ മേക്ക് എ പ്രോപ്പർ മൂവി വിത്തൗട്ട് ഹിന്ദു ഫോബിയ. ഞാൻ ആ പടം കണ്ടതാണ്. ഓക്കെ, മേ ബി സ്പോയിലേഴ്സ് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നു, ഈ വീഡിയോ ഇനി മുന്നോട്ട് ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നവർ പടം കണ്ടിട്ടില്ലെങ്കിൽ പടം കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഹിന്ദു കിങ് ബേൺസ് ഹിന്ദു ടെമ്പിൾ, ഈ സിനിമയിലെ ഒരു പാസ്റ്റിലെ ഒരു പ്ലോട്ട് പറയുന്ന സ്ഥലത്ത് അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്. മനസ്സിലായോ? അതിടെ ഞാൻ പറയട്ടെ, ഇപ്പം രാമായണം, മഹാഭാരതം, നിങ്ങൾ പുണ്യപുരാണങ്ങൾ എന്നൊക്കെ വിശ്വസിക്കുന്ന സാധനങ്ങളിലൊക്കെ നിങ്ങൾ നോക്ക്, പല രാജാക്കന്മാരും പല രീതിയിലുള്ള അട്രോസിറ്റീസ് കാണിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ?
പല ആരാധനാലയങ്ങളും ആരാധനാമൂർത്തികളെയൊക്കെ തച്ച് തകർക്കുന്ന കുറേ കഥകളും മിത്തുകളും ഒക്കെ ഉള്ളൊരു നാട് തന്നെയല്ലേ നമ്മളത്. ഒരു പടത്തിനകത്ത് ഇപ്പോൾ ഒരു ഹിന്ദു ടെമ്പിൾ ബേൺ ചെയ്തു, ഒരു ഹിന്ദു കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവന്മാരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ കയറിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദീപിക പദുക്കോണിൻ്റെ ഷെഡീൻ്റെ കളറ് നോക്കണം, പിന്നെ പൃഥ്വിരാജ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് അയാളെ സുന്നത്ത് കഴിഞ്ഞോ നോക്കണം. ഇങ്ങനെ കുറേ പരിപാടികളുണ്ട് കുറേ എണ്ണത്തിൽ. ചൊറി മൈൻഡാണ്, മനസ്സിലായില്ലേ? ഇതിപ്പോൾ നോർത്തിൽ നിന്ന് പൊട്ടി ഒലിച്ചതാണ്. നോർത്തിൽ നിന്ന് എന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിൽ പൊട്ടി ഒലിപ്പിച്ചൊരു സാധനം. ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറിയാലോ കേരളത്തിൽ. ഒരു കുറച്ച് കാലമായിട്ട് ചർച്ച നടക്കുന്നത് വേറെ കുറേ കാര്യങ്ങളിലായതുകൊണ്ട് ഇതിനൊരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നുന്നു ഇന്നോ നാളേക്ക് ആയിട്ട് കയറിക്കോളും. ജനം TV ഒക്കെ 24/7 ചർച്ച ഇതിൽ വന്നോളും. ഇതിലേക്കാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റങ്ങൾ ഉള്ളത് കൊണ്ടും പിന്നെ ഈ പടം ഇറങ്ങി 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ, ചർച്ചകൾക്കുള്ള സ്പേസ് കിട്ടാത്തതുകൊണ്ടും ആയിരിക്കാം ഇവിടെ ഇതിൻ്റെ ചർച്ചകൾ മുറുകാത്തത്. അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം? ഇവന്മാർ വെറുതെ ചുമ്മാ എല്ലാത്തിനും കയറി ബോയ്ക്കോട്ട് അടിക്കുന്ന ഐറ്റമാണ്, ബോയ്ക്കോട്ട് അടിച്ചു കഴിഞ്ഞാൽ പടം ഹിറ്റാണെന്നുള്ള രീതിയിലുള്ള സംഗതികൾ ചിലപ്പോൾ മീഡിയക്കാരുടെ ഇടയിലുള്ളത് കൊണ്ട് ഇതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഒഴിച്ചു വിട്ടതുമായിരിക്കാം. ഓക്കെ, ഗോയിങ് ബാക്ക് ടു ദാറ്റ് പോസ്റ്റ്. ക്രിസ്ത്യൻ മിഷണറീസ് ആർ സേവിയേഴ്സ്. ഒരാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഇപ്പം നമ്മൾ കണ്ട ഒരു പാറ്റേണോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മൾ അറിവിലുള്ളൊരു പാറ്റേണിലോ ഉള്ള സിനിമയല്ല ലോക എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടവർക്ക് അത് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ലോക എന്ന് പറയുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ഐതിഹ്യമാണ്. ഇഫ് ഐ എം നോട്ട് റോങ്, അതാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ആ ഒരു ഫോക്ലോർ. അപ്പോൾ ആ ഫോക്ലോറിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കുറച്ച് ഭാഗങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഇതുവരെയായിട്ട് കാണാത്തതോ കേൾക്കാത്തതോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്തതോ ആയിട്ടുള്ളൊരു ഡയമെൻഷനിലേക്ക് ഇതിൻ്റെ റൈറ്റേഴ്സ് കൊണ്ടുപോയത്. അത് കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിക്കാനും നമ്മളെ കൺവിൻസ് ചെയ്യിക്കാനും ഈ സിനിമയുടെ ഡൊമിനിക് അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാളുടെ സക്സസ്, അയാളുടെ എന്താ പറയുക ക്രാഫ്റ്റ്മാൻഷിപ്പാണ് അയാളുടേത്. അല്ലാതെ അയാളുടെ മതം നോക്കിയിട്ട് അയാളൊരു ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഈ സിനിമയ്ക്കകത്ത് ക്രിസ്ത്യൻ മിഷണറീസിനെ മൊത്തം സർവൈവേഴ്സ് അല്ലെങ്കിൽ സേവിയേഴ്സ് ആയിട്ട് വെച്ചു എന്നൊക്കെ പറയുന്നത് ഒരുമാതിരി മറ്റേ ചാണകത്തിൽ ചവിട്ടി കടന്ന് ഉരുണ്ട് കളിക്കുന്ന കളി പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. ഇവരുടെയൊക്കെ പ്രശ്നം ഈ പേരുകളാണ്. ഒരു ക്രിസ്ത്യൻ ഡയറക്ടർ, അപ്പുറത്ത് നോക്കുമ്പോൾ ഒരു മുസ്ലിം പ്രൊഡ്യൂസർ, അതും ദുൽഖർ സൽമാൻ, മമ്മൂട്ടിയുടെ മകൻ. ഇങ്ങനെ കുറേ എലമെൻറ്റുകളാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ഛർദ്ദിപ്പിക്കുന്നത്. ആക്ട്രസ് ഗേവ് എ ഡിസ്കസ്റ്റിംഗ് എക്സ്പ്രഷൻ വെൻ ഷീ സോ എ വിനായക് ഐഡൽ. ഇത് ആക്ടറായിട്ടുള്ള ഇതെന്ത് ബന്ധം എന്നാണ് ഞാൻ അറിയാത്തത്. ഇതിനകത്ത് കല്യാണി പ്രിയദർശൻ ചെയ്ത ക്യാരക്ടർ, ഓക്കെ, ആ ക്യാരക്ടറിന് ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഐഡലിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു രൂപത്തിനെ കാണുമ്പോൾ അവർ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും. ആ ക്യാരക്ടർ അതിൽ എഴുതി വെച്ച രീതി അല്ലെങ്കിൽ ആ ക്യാരക്ടറിൻ്റെ സ്പേസിൽ ആ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഉള്ള അവസ്ഥയാണ്. മനസ്സിലായില്ലേ? അത് പടം കണ്ടവർക്ക് കത്തും എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ളത്. അല്ലാതെ കല്യാണി പ്രിയദർശനെ കൊടുത്തിട്ട് ക്രിസ്ത്യനായിട്ടുള്ള ഡയറക്ടർ, മുസ്ലിം ആയിട്ടുള്ള പ്രൊഡ്യൂസർ ഇതേപോലെ ഒരു ഗണപതിൻ്റെ വിഗ്രഹം വെപ്പിച്ച് അതിൻ്റെ മുകളിലേക്ക് നോക്കി കളിയാക്കാൻ വേണ്ടി കല്യാണി പ്രിയദർശനോട് പറയുമ്പോൾ കല്യാണി പ്രിയദർശൻ പോയിട്ട് അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിൽ എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിനകത്തുള്ള ഈ പറഞ്ഞ ഹിന്ദു വിരുദ്ധത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ പുന്നാര മക്കളെ നടുവരലോട് നമസ്കരിക്കില്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. മനസ്സിലായി? അതിലും കൂടുതൽ നിങ്ങളോട് കാണിക്കാനില്ല. വില്ലൻ ഈസ് എ ഹിന്ദു ഹൂ കീൽസ് ഹിസ് മദർ ഇൻ ഫ്രണ്ട് ഓഫ് ഹിന്ദു ഗോഡ് പിക്ചർ. കിൽസല്ലേ, അതതിനും വലിയ വിറ്റ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇത് ഇതൊന്നും അത്ര പ്രതീക്ഷിച്ചാൽ മതി, വിട്. ഇതെന്താ പറയുക, ഒരു ഇഞ്ച് ബൈ ഇഞ്ച് ഒരു സിനിമ കാണുമ്പോൾ ഇതിൽ ഹിന്ദു വിരുദ്ധത എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ളത് മാത്രം മനസ്സിൽ വെച്ച് ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള വർഗീയത ഛർദ്ദിക്കാൻ പറ്റും. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. വേറെ കുറേ പോസ്റ്റുകൾ ഞാൻ പറയാം. ജസ്റ്റ് ചെക്ക് ദ ഡയറക്ടർ ഈസ് എ ക്രിസ്ത്യൻ ആൻഡ് ദ പ്രൊഡ്യൂസർ ഈസ് എ മുസ്ലിം. ദുൽഖർ സൽമാൻ നീ ലെപ്പടം അപ്പലി മന തെലുങ്കു യുവാദ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ തെലുങ്കിലെങ്ങാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. യെറ്റ് അനദർ ഹാൻഡി ഹിന്ദു പ്രൊപ്പഗണ്ട ഫിലിം ദേ ഹാവ് ഷോൺ ഹിന്ദു കിങ് ബേണിങ് ഹിന്ദു ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ
ഡയറക്ടറിൻ്റെ ഫോട്ടോയും പ്രൊഡ്യൂസറിൻ്റെ ഫോട്ടോയും ഇതാ അടക്കുന്നു കല്യാണീൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വേറെ സാധനങ്ങളൊക്കെ അടിച്ചൊരു വഴിക്ക് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ദിസ് ഈസ് നോട്ട് സിനിമ, ഇറ്റ്സ് എ പ്രൊപ്പഗണ്ട, എ ഡെലിബറേറ്റ് ആൻറ്റി ഹിന്ദു നെറേറ്റീവ് പാക്ഡ് ഇൻ ബോളിവുഡ് സ്റ്റൈൽ ഫിഫ്റ്റ് ടു മാൽഗിൻ സനാതന ധർമ്മ. A Christian director, a Muslim producer, and the villain shows a Hindu who burns a Hindu temple only for a Christian and Muslim to be glorified as its saviors in the end. Can there be a clearer agenda than this? എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉളുപ്പില്ലായ്മ എഴുതി വിടുന്നതിന് കുറേ ഹാൻഡിലുകൾ പെയ്ഡായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പച്ച വർഗീയത എന്തിലും നോക്കിക്കാണുക, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും വർഗീയത നോക്കിക്കാണുക, ഫിക്ഷനായിട്ടൊരു സിനിമ വന്നാൽ അതിനകത്തും വർഗീയത നോക്കിക്കാണുക, എവിടെയും എന്തും വർഗീയ ആംഗിളിൽ മാത്രം നോക്കുക. ഹിന്ദുവിനെ രക്ഷിക്കാനും ഹിന്ദുവിനെ അങ്ങോട്ട് എന്താ പറയുക, ഉണരൂ ഹിന്ദു ഉണരൂ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകൾ. ഇതിലൊക്കെ പോയി വീഴാൻ വേണ്ടിയിട്ട് ഇനി എത്ര സാക്ഷരത ഉണ്ടെങ്കിലും എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ രീതിയിലുള്ള പ്രോഗ്രഷൻ പറഞ്ഞാലും ലാസ്റ്റ് റിലീജിയൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഞാൻ ഹിന്ദുവാണ്, നമുക്കെതിരെ എന്തോ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്, സിനിമകൾ വരുന്നുണ്ട്, ഈ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ദൈവങ്ങളെ നമ്മളെ മതത്തിനെ എന്ന് ചിന്തിക്കുന്ന കുറേ തീവ്ര ഹിന്ദു ചിന്താഗതിയുള്ള കുറേ ആളുകൾ ഈ നാട്ടിലുണ്ട്. പിന്നെ കുറേ ആളുകളുണ്ട് ഇതൊന്നും പുറത്തു പറയില്ല, മനസ്സിനകത്ത് അങ്ങനെ വെക്കും. എന്തെങ്കിലും ഒരു കാര്യമൊക്കെ വരുന്ന സമയത്താവും ഇവരുടെയൊക്കെ മുഖഭാവത്തു നിന്നും ഇവരുടെ എക്സ്പ്രഷൻ നിന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പുറത്ത് ഭയങ്കരമായിട്ട് ചിരിച്ച് കാണിക്കും, ഉള്ളിനകത്ത് ഭയങ്കരമായിട്ടുള്ള വിരോധമായിരിക്കും ബാക്കി റിലീജിയനുകളോടുള്ളത്. അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. ബേസിക്കലി ഒരു സിനിമ എന്ന് പറയുന്നത് എന്താ, ഇറ്റ്സ് ജസ്റ്റ് എൻ എൻ്റർടൈൻമെൻറ്റ്. ചില സമയങ്ങളിൽ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുള്ളവർക്ക് പഠിക്കാം, ഇൻഫർമേഷൻ എടുക്കാനുള്ളവർക്ക് എടുക്കാം. അപ്പോൾ ഒരു പാഷനാണ് സിനിമ കാണുക എന്ന് പറയുന്നത്, ഒരു സ്ട്രെസ് ബേസ്റ്ററാണ് ഒരു സിനിമ കാണുക എന്നുള്ളത്. അങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ നന്നായിട്ട് സിനിമ കാണുന്ന ഒരാളാണ്, സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് പോകണം എന്താ പറയുക, ഇത്രയും ഒരു നല്ലൊരു ഒരു വർക്ക് നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുമ്പോൾ ബാക്കി ഇൻഡസ്ട്രിക്കാർ ഇതൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പ്രൗഡാണ് നമ്മൾ. ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ ദ ചാപ്റ്റർ 2. ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഇനി ഈ യൂണിവേഴ്സിലേക്ക് ആരൊക്കെ വരും. നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ യൂണിവേഴ്സ് പരിപാടികളൊക്കെ കുറവാണ്. ഓക്കെ, സൂപ്പർ ഹീറോ പരിപാടികളൊക്കെ കുറവാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്താ പറയുക, വറ്റിക്കിടക്കണ മരുഭൂമിക്ക് നല്ല മഴ പെയ്ത പോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ. മലയാളത്തിലെ സിനിമകൾ, നമ്മളെ മലയാളം സിനിമകൾ കുറച്ച് പ്രൗഡായിട്ട് ബാക്കി ഇൻഡസ്ട്രീനെ ഉള്ളിൽ എടുത്ത് വെച്ച് കാണിച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ഉള്ളൊരു സമയമാണ്. എന്നാൽ അവിടെയും വന്നിട്ട് ഇതേപോലുള്ള കുത്തിക്കേപ്പ് സാധനങ്ങൾ ഹിന്ദുവിനെ പറഞ്ഞും ക്രിസ്ത്യനെ പറഞ്ഞും മുസ്ലിമിനെ പറഞ്ഞും ഉണ്ടാക്കണ പുണ്ടകളോട് എത്ര പറഞ്ഞാലുണ്ടല്ലോ ഇതിന് തെറി വിളിക്കേണ്ടി വരും പച്ചയ്ക്ക്. അതാണ് പ്രശ്നം. എന്താണെങ്കിലും കൊള്ളാം. ഇവന്മാരുടെ ഇങ്ങനത്തെ കുത്തിക്കഴപ്പുകൊണ്ട് ഒരു കാര്യമുണ്ട്, പടം ഇനിയും കയറി കത്താനേ ചാൻസ് ഉണ്ട്. കാണാത്തവരും കൂടിയും പടം കാണും. പ്രത്യേകിച്ച് വേറെ സ്റ്റേറ്റുകളിൽ ഈ പടത്തിനെ കുറിച്ച് അധികം അറിയാത്ത ആളുകളുടെ അടുത്ത് വരെ ഇവന്മാർ ഇത് എത്തിച്ചോളും. ഓക്കെ, ഇവന്മാർ എവിടെയൊക്കെ ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ടോ അതൊക്കെ സക്സസ്ഫുള്ളാണ്. ഇപ്പോൾ എമ്പുരാൻ്റെ സീൻ തന്നെ, പടം ഇറങ്ങി 1-2 ദിവസം കൊണ്ട് വീഴാൻ നിന്ന പടത്തിന് ഇവന്മാർ തോളത്തെടുത്ത് തൂക്കിയാണ് കൊണ്ടുപോയത്. അപ്പോൾ പിന്നെ ഓൾറെഡി ഇറങ്ങി ഒരു സക്സസ്ഫുൾ റണ്ണുള്ളൊരു സിനിമയ്ക്ക് ഇവന്മാർ ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ ഒരു 100-150 കോടിയൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്ന ദുൽഖറും ടീമും ഇനി അതൊരു 300-250 കോടി വരെ അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പടവന്മാർ ഓടിപ്പിച്ചോളും. പിന്നെ അവിടുത്തെ മീഡിയയും കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, കേരളത്തിലെ ഒരു എക്സ്ട്രീം റൈറ്റ് വിങ്ങും കൂടി ഈ സാധനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സെറ്റായി, പിന്നെ തിരിഞ്ഞിട്ട് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു പടം ഇറങ്ങാൻ നിൽക്കുകയാണ് വിറ്റങ്ങൾക്ക് ഇതൊക്കെ പൊട്ടി അടിച്ച് വരാമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ബാക്കി ഹിന്ദുവിൻ്റെ പേരിൽ ഹിന്ദുവിനെ തന്നെ കൊല്ലുന്നുണ്ട് അല്ലേ, ദുരഭിമാന കൊലകൾ എത്ര എണ്ണം നടക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് കൊല്ലുന്നുണ്ട്, പല രീതിയിൽ തമ്മിൽ കൊന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദു തന്നെ. അതിലൊന്നും ചോദിക്കാനും പറയാനും ഈ നാളുകളൊന്നും കാണൂല്ല. കുറേ മതം വിൽക്കണം, ആളുകളെ തമ്മിലടിപ്പിക്കണം, ഇത് തന്നെ പരിപാടി.